ഹലോ ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ നിഫ്റ്റി 50 24,500 കടന്ന് മുകളിലേക്ക് ഒരു വലിയ കുതിപ്പ് കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച വിപണി എങ്ങോട്ടാണ്? 24,300, 24,800 ഇവയൊക്കെ നിഫ്റ്റിയുടെ അടുത്ത നിർണായകമായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളായേക്കാം. റിലയൻസ്, ബജാജ് ഫിനാൻസ്, ടാറ്റ മോട്ടോഴ്സ്, ഇങ്ങനെ ഒരുപാട് ഓഹരികൾ അനലൈസ് ചെയ്ത് നമ്മുടെ റഡാറിൽ അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട IPOകൾ, ക്വാർട്ടർ ഫണ്ട് റിസൾട്ടുകൾ, ഡിവിഡൻഡ് സ്റ്റോക്കുകൾ, ഓഗസ്റ്റ് 10 മുതൽ 14 വരെ ശ്രദ്ധിക്കേണ്ട മാർക്കറ്റ് ഇവന്റുകൾ. റെക്കോർഡ് ഹൈയിൽ പോകുന്ന മാർക്കറ്റിൽ ബൈ ഓൺ ഡിപ്സ് ആണോ പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ? നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കണം? ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് വളരെ നിർണായകമായിട്ടുള്ള ഒരു സോണിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ട്രേഡിംഗിൽ നിഫ്റ്റി ഏതാണ്ട് 24,500 എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. സെൻസെക്സ് ആണെങ്കിൽ 78,500 ക്ലോസ് ചെയ്തത്. വിപണിയിൽ വളരെ ജാഗ്രതയുണ്ടാക്കുന്ന ചില സോണുകളാണ് ഇവയൊക്കെ. വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൽ വലിയ ഇടിവുകൾ ഉണ്ടായെങ്കിലും മാർക്കറ്റ് അതിന്റെ ഓൾ ടൈം ഹൈയുടെ അടുത്തേക്കുള്ള ഒരു യാത്രയിലാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇൻവെസ്റ്റേഴ്സ്. NSE F&O ട്രേഡിംഗ് സമയത്തിലെ പുതിയ മാറ്റങ്ങളും ഒക്കെയായിട്ട് വിപണി പൂർണ്ണമായിട്ട് പൊരുത്തപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു കുതിപ്പ് തുടരുമോ അതോ റെക്കോർഡ് ഉയരത്തിലേക്ക് പോകുന്ന വിപണിയിൽ ഒരു തിരുത്തലിന്റെ സാധ്യതകളുണ്ടോ? അടുത്ത ആഴ്ച ഓഗസ്റ്റ് 10 മുതൽ 14 വരെ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയായിരിക്കും? ഏതൊക്കെ ഓഹരികളും ഏതൊക്കെ ലെവലുകളുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ വീഡിയോയിൽ കൃത്യമായിട്ടുള്ള ഡേറ്റകൾ സഹിതം വ്യക്തമാക്കുന്നു. അവസാനം വരെ കാണുക, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യമായിട്ട് നമുക്ക് മാർക്കറ്റിന്റെ ഒരു ബിഗ് പിക്ചറിൽ നിന്ന് തന്നെ ആരംഭിക്കാം. കഴിഞ്ഞ ആഴ്ച ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെയും ശക്തമായിട്ടുള്ള ഒരു വാങ്ങൽ താല്പര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞു. ആഗോള വിപണിയിൽ നിന്നുള്ള അനുകൂല വാർത്തകളും അതുപോലെ തന്നെ ചില ഇമ്പോർട്ടന്റ് കമ്പനികളുടെ മികച്ച ക്വാർട്ടർ വൺ റിസൾട്ടും ഒക്കെ മാർക്കറ്റിന് വലിയ ഒരു കുതിപ്പ് നൽകി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച വളരെ നല്ല ഒരു മൂവ്മെന്റ് നമ്മൾ കണ്ടു. അതിനുശേഷം ചൊവ്വാഴ്ചത്തെ എക്സ്പയറി ഡേ ട്രേഡിംഗിൽ വളരെ വലിയ ഒരു വീഴ്ചയും കാണാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ 24,500 താഴെയുള്ള ഒരു ക്ലോസിംഗ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാർക്കറ്റിനെ ആ ഉയരത്തിൽ നിന്ന് 24,500 താഴെ എക്സ്പയർ ചെയ്യിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ രീതിയിൽ സെല്ലിംഗ് നടത്തിയിട്ടുണ്ടാവാം. ആ ഒരു സെല്ലിംഗിന്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കാം മാർക്കറ്റിൽ അങ്ങനെ വലിയൊരു ഫോൾ ഉണ്ടായതും അതിനുശേഷം മാർക്കറ്റിൽ ഒരു റിക്കവറി ഉണ്ടാവുകയും ചെയ്തു. അതിനടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ തിരിച്ചുവരവോ അല്ലെങ്കിൽ ഒരു വലിയ റിക്കവറി ഒക്കെ കാണാനും കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ താഴേക്ക് പുള്ളി ചെയ്തതായിട്ട് തന്നെ നമുക്ക് ഉറപ്പാക്കാം. അതിനുശേഷം മാർക്കറ്റ് ഏതാണ്ട് 24,500 ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനമായിട്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴും ഏതാണ്ട് 24,500 മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ടെക്നിക്കലായിട്ട് മാർക്കറ്റ് ഇപ്പോൾ വളരെ നല്ല ഒരു അപ് ട്രെൻഡിലാണ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങുകളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓരോ ഡിപ്പിലും നല്ല മികച്ച ഓഹരികൾ വാങ്ങാനുള്ള അവസരമായിട്ട് വിപണി കാണുകയും ഇത്തരത്തിലുള്ള ഓഹരികളിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിഫറന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇനി നമുക്ക് പ്രധാന ഇൻഡെക്സുകളുടെ ഒരു നിർണായക ടെക്നിക്കൽ ലെവലുകൾ നമുക്കൊന്ന് നോക്കിപ്പോകാം. നിഫ്റ്റി 50 ഇപ്പോൾ 24,600 ലെവലിന് അടുത്താണ് ട്രേഡിംഗ് അവസാനിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാന സപ്പോർട്ട് സോൺ 24,350-നും 300-നും ഇടയിലുള്ള ഒരു ലെവലാണ്. ഇപ്പോൾ ഈ സപ്പോർട്ട് നിലനിൽക്കുന്നിടത്തോളം വിപണി മുകളിലേക്ക് 24,700, 24,800 എന്ന ആ ഒരു ലെവലുകൾ ലക്ഷ്യമാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു വലിയൊരു അപ്ട്രെൻഡും അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈയും ഒക്കെ മുന്നിലേക്ക് പ്രതീക്ഷിക്കുമ്പോഴും വലിയ ഒരു അപകടം മുന്നിലുണ്ട് എന്ന് തന്നെ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. കാരണം ബില്യൺസ് ഓഫ് ഡോളർ മുടക്കിയിട്ടാണ് US വലിയൊരു യുദ്ധം ഇറാനിൽ നടത്തിയത്. തീർച്ചയായിട്ടും ആ ഒരു ലോസ് റിക്കവർ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് US-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. അത്തരത്തിലൊരു നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിന് വലിയൊരു ക്രാഷോ അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയോ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി മുന്നിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ട് ലെവലുകളൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാനുള്ള സാധ്യതയും അത്തരത്തിലൊരു മൂവ് ഉണ്ടായാൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ആയിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കി പോകാം. ബാങ്കിംഗ് സെക്ടറിലെ ശക്തമായിട്ടുള്ള മുന്നേറ്റം വിപണിയുടെ കുതിപ്പിന് വലിയ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ മുകളിലേക്ക് 58,800, 59,000 ആ ഒരു ലെവലുകൾ റെസിസ്റ്റൻസ് ലെവലുകളായിട്ട് വരികയും ചെയ്യും. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 78,500 അടുത്താണ് ക്ലോസ്
ക്ലോസ് ചെയ്തത്. 79,000 ലെവൽ ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലൊരു അപ്രന്റോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫോർവേഡ് മൊമെന്റം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 79,000 ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പൊ ഇനി നമ്മുടെ റഡാറിലുള്ള ഹൈ മൊമെന്റം സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അടുത്ത ആഴ്ച ട്രേഡിംഗിനായിട്ട് നിങ്ങളുടെ റഡാറിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മൊമെന്റം ഓഹരികളെ കുറിച്ചാണ് അടുത്തായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഡേ ട്രേഡിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല ലിക്വിഡിറ്റി ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകളെ പറ്റിയാണ് ഇനി പറയുന്നത്. ഓഗസ്റ്റ് 7 ക്ലോസിംഗ് ഡേറ്റ പ്രകാരം റിലയൻസ് ഇൻഡസ്ട്രീസ് 1334 ക്ലോസ് ചെയ്തത്. ഹെൽത്ത് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെന്റം ആണ് സ്റ്റോക്കിനുള്ളത്. വിപണിയെ റെക്കോർഡ് ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ നല്ല കപ്പാസിറ്റി ഉള്ള ഈ ഹെവി വെയിറ്റ് സ്റ്റോക്ക് നല്ല വരുമാന വളർച്ചയും വളരെ ശക്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പിന്തുണയും ഓഹരിക്കുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഡേ ട്രേഡിംഗിനൊക്കെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നല്ല ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കായിട്ട് റിലയൻസിനെ കാണാൻ കഴിയും. രണ്ടാമത് ബജാജ് ഫിനാൻസ്. LTP നോക്കാം, 1708 RBIയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങളെ തുടർന്ന് ഫ്രൈഡേ ഓഹരിയിൽ വലിയൊരു ഫോൾ ഉണ്ടായി. എന്നിരുന്നാലും ആ ഒരു ക്വാർട്ടർ 1 റിസൾട്ടിൽ ഉണ്ടായിട്ടുള്ള നല്ല വളർച്ച സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് സാധ്യതകൾ പിന്നീട് ഉണ്ടായേക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി കൊടുക്കാൻ പറ്റിയ ഒരു നല്ല സ്റ്റോക്കായിട്ട് നമുക്ക് ബജാജ് ഫിനാൻസിനെ കാണാം. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് LTP 347 തീർച്ചയായിട്ടും സ്റ്റോക്കിന്റെ ഹെൽത്ത് നോക്കിയാണെങ്കിൽ സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ മോഡറേറ്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഓട്ടോ സെക്ടറിലെ ഡിമാൻഡും വോളിയവും ഒക്കെ അടിസ്ഥാനമാക്കി മാർക്കറ്റിൽ നല്ല സ്ഥിരത നിലനിർത്താൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സ്റ്റോക്കുള്ളത്. നിലവിലൊരു സ്റ്റെബിലൈസേഷൻ ഘട്ടത്തിനായതിനാൽ അടുത്ത റിസൾട്ടുകൾക്ക് ശേഷമാണ് സെക്ടറിൽ ഒരു വലിയ മൊമെന്റം ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു മൂവ് ഉണ്ടാകുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു നല്ല സാഹചര്യമുള്ള ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് ടാറ്റ മോട്ടോഴ്സിനെ കാണാം. അതുപോലെ തന്നെ ഇൻഫോസിസ് LTP 1175 നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്ത് സ്റ്റാറ്റസ് ആണ് സ്റ്റോക്കിനുള്ളത്. ഗ്ലോബൽ മാർക്കറ്റിലെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ സ്റ്റോക്കിനുണ്ട്. IT സെക്ടറിലേക്കുള്ള പുതിയ ഒരു ഫണ്ട് ഫ്ലോ നമുക്ക് കാണാൻ കഴിയും. ഓഹരി ഒരു നല്ല മുന്നേറ്റത്തിനുള്ള സാധ്യതകളൊക്കെ ഒരുക്കി തരുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അപ്പൊ അതിനിടയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സ് തരുന്നവരോട് ഒരു പ്രത്യേക നന്ദി പറയുകയാണ്. നമുക്ക് മോട്ടിവേഷൻ തരുന്ന ഒരുപാട് പേരുടെ കൂട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തരായിട്ട് ചില സൂപ്പർ താങ്ക്സ് തരുന്ന ചില ആൾക്കാർ കൂടിയുണ്ട്. വലിയ മോട്ടിവേഷൻ ആണ്. അതുപോലെ തന്നെ ചാനൽ ഹൈപ്പ് ചെയ്യുന്നവർക്കും ഒരു വലിയ ഹൈ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അടുത്തായിട്ട് ഡെറിവേറ്റീവ് അനാലിസിസ് ആൻഡ് മാർക്കറ്റ് സെന്റിമെന്റ്സ്. ഓപ്പൺ ഇൻട്രസ്റ്റ് സ്റ്റഡിയാണ്. പുതിയ മാസത്തെ ഫ്യൂച്ചർ കോൺട്രാക്ടുകളിൽ ലോങ് ബിൽഡപ്പ് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ ട്രേഡേഴ്സിനിടയിൽ ഒരു പോസിറ്റീവ് മൊമെന്റത്തിന്റെ സാധ്യതകൾ മുന്നിലുണ്ട് എന്ന പ്രതീക്ഷകളാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡേറ്റയിൽ നിന്ന് നമ്മൾ എടുത്ത സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. 24,400 24,300 ആ ഒരു സ്ട്രൈക്കുകളിൽ ശക്തമായിട്ടുള്ള പുട്ട് റേറ്റിംഗ് നടന്നിട്ടുണ്ട്. വിപണിക്ക് താഴെ വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. അതേസമയം മുകളിൽ 24,700 കോൾ റേറ്റിംഗ് കാണാം. അപ്പൊ ഇനി അടുത്ത ആഴ്ചയിലെ കോർപ്പറേറ്റ് ആക്ഷനുകൾ, റിസൾട്ടുകൾ, പ്രധാന ഇവന്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 14 വരെ വരുന്ന ആഴ്ചയിൽ വിപണിയുടെ ഡയറക്ഷനെ സ്വാധീനിക്കാൻ പോകുന്ന വളരെ നിർണായകമായിട്ടുള്ള കോർപ്പറേറ്റ് ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഇവന്റുകളും ഇനി പറയുകയാണ്. അടുത്ത ആഴ്ച എക്സ് ഡേറ്റ് വരുന്ന പ്രധാനപ്പെട്ട 3 ഡിവിഡന്റ് ഓഹരികളാണ് ഇനി പറയുന്നത്. ഒന്ന് ജിയോ ഫിനാൻഷ്യൽ സർവീസ്, ഡിവിഡന്റ് 0.6 rupees ആണ്, എക്സ് ഡേറ്റ് ഓഗസ്റ്റ് 10. രണ്ടാമത് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്, ഡിവിഡന്റ് ഇക്വിറ്റി ഷെയറിന് 6 rupees ആണ്, എക്സ് ഡിവിഡന്റ് ഡേറ്റ് ഓഗസ്റ്റ് 11. അതുപോലെ തന്നെ HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡിവിഡന്റ് 19.25 rupees ആണ്, എക്സ് ഡിവിഡന്റ് ഡേറ്റ് ഓഗസ്റ്റ് 5. അപ്പോൾ ഇനി ക്വാർട്ടർ 1 ഫലങ്ങൾ വരുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അശോക് ലൈലാൻഡ് ഓഗസ്റ്റ് 14 റിസൾട്ട് വരുന്നു. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് BDL ഓഗസ്റ്റ് 14 റിസൾട്ട് വരുന്നു. അൽക്കം ലബോറട്ടറീസ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നിന്നുള്ള കമ്പനിയാണ്. ക്വാർട്ടർ 1 റിസൾട്ട് അടുത്ത ആഴ്ച വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യ ഓഗസ്റ്റ് 14 റിസൾട്ട്. IPO വിപണിയിലെ ന്യൂസുകൾ നോക്കാം. അടുത്ത ആഴ്ച IPO വിപണി വളരെ സജീവമാണ്. പ്രധാനപ്പെട്ട മെയിൻ ബോർഡ് IPOകൾ 3 എണ്ണമാണ് വരുന്നത്. ഒന്ന് മോൾബിയോ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ്, ഇഷ്യൂ പ്രൈസ് ബാൻഡ് 768, 807 ആണ്. ഇവിടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 170, 205, ഏതാണ്ട് 21 മുതൽ 25% വരെ നേട്ടമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് അടുത്തായിട്ട് പറയുന്നത്. ഈ ഇഷ്യൂ പ്രൈസ് ബാൻഡിനേക്കാളും എത്ര രൂപയാണ് അഡീഷണൽ പ്രൈസ് ഹൈക്ക് വരാൻ സാധ്യതയുള്ളത് എന്നാണ് GMPയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിന്റെ കാൽക്കുലേഷൻ ഒന്ന് പറഞ്ഞു പോവുകയാണ്.
നമ്മുടെ ഇഷ്യൂ പ്രൈസ് ബാൻഡിനേക്കാൾ എത്ര മുകളിലാണ് അല്ലെങ്കിൽ എത്ര രൂപ അധികമാണ് ലിസ്റ്റിംഗ് പ്രൈസ് ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു റഫ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് GMP വരിക. GMP അതായത് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ കിട്ടുക. അത് ഡേ ടു ഡേ വൈസിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും നമുക്ക് അപ്രോക്സിമേറ്റ് എത്ര പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അറിയാൻ GMP നമ്മളെ സഹായിക്കും. അപ്പൊ ഇനി രണ്ടാമത്തെ IPO ദൂത് ട്രാൻസ്മിഷൻ ലിമിറ്റഡ്. ഇഷ്യൂ പ്രൈസ് ബാൻഡ് 829, 871, GMP 235 തൊട്ട് 255 വരെ, ഏതാണ്ട് 27 മുതൽ 29% വരെ നേട്ടം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മിൽക്കി മിസ്റ്റർ ഡയറി ഫുഡ്സ് ഇഷ്യൂ പ്രൈസ് ബാൻഡ് 133, 140, GMP അപ്രോക്സിമേറ്റ്ലി 20 ആണ്, ഏതാണ്ട് 14% നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രേ മാർക്കറ്റിന്റെ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ലിസ്റ്റിംഗ് നേട്ടം ഇഷ്യൂ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ഷോർട്ട് ടേം ലിസ്റ്റിംഗ് നേട്ടങ്ങൾക്കായിട്ട് ഈ IPOകളെ നമുക്ക് റാങ്ക് ചെയ്യാൻ ശ്രമിക്കാം. റാങ്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ റാങ്കിൽ വരുന്നത് ദൂത് ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ആണ്. നിലവിൽ ഏറ്റവും ഉയർന്ന ഗ്രേ മാർക്കറ്റ് പ്രീമിയം വർക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ ഓട്ടോ കോമ്പണൻസ്, വയറിംഗ്, ഹാർനസ്, EV ബാറ്ററി ടെക് പോലെയുള്ള ശക്തമായിട്ടുള്ള ഒരു ഏരിയയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. വലിയ ഇഷ്യൂ വലിപ്പം കാരണം മികച്ച ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകരുടെ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ കമ്പനി കഴിഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ അവർക്കൊരു നല്ല പോസിബിലിറ്റി കാണാൻ കഴിയും. രണ്ടാമത്തെ റാങ്ക് ആയിട്ടാണ് മോൾബിയോ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് വരുന്നത്. ഏകദേശം 21 to 25% ലിസ്റ്റിംഗ് പ്രീമിയം സൂചിപ്പിക്കുന്നുണ്ട്. മികച്ച GMP ഉണ്ട്. IPOയുടെ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഇവരെ ഒന്ന് ഫിക്സ് ചെയ്യാം. ഹെൽത്ത് കെയർ, മെഡിക്കൽ ടെക്നോളജി മേഖലയുടെ പിൻബലവും അതുപോലെ തന്നെ കമ്പനിയുടെ ട്രൂനാറ്റ് ഡയഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോമിന്റെ പ്രശസ്തിയും ഒക്കെ കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടാണ്. മൂന്നാമതായിട്ടാണ് മിൽക്കി മിസ്റ്റർ ഡയറി ഫുഡ്സ് വരുന്നത്. വളരെ ജനപ്രിയമായിട്ടുള്ള കൺസ്യൂമർ ബ്രാൻഡ് ആണ്. എങ്കിലും നിലവിലെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. സാധാരണയായിട്ട് ഡയറി FMCG കമ്പനികൾക്ക് ടെക് ഹെൽത്ത് കെയർ കമ്പനികളെ അപേക്ഷിച്ച് ലിസ്റ്റിംഗ് ദിനത്തിൽ കുറഞ്ഞ ഒരു മുന്നേറ്റമാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈമിലേക്ക് ബെനിഫിറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു IPO ഒരു നല്ല സെലക്ഷൻ അല്ല എന്ന് കൂടി പറയാൻ ശ്രമിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഗ്രേ മാർക്കറ്റ് പ്രീമിയം തികച്ചും അനൌദ്യോഗികമാണ് അല്ലെങ്കിൽ സെബിയുടെ നിയന്ത്രണത്തിന് പുറത്തുള്ളതാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. IPOയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് കമ്പനിയുടെ അടിസ്ഥാന വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ സ്റ്റോക്കുകളെ പറ്റി മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനിടയിൽ മറ്റൊരു കാര്യം പറയുകയാണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു നല്ല ലൈക്കും കൊടുക്കുക. നമ്മുടെ സ്ഥിരമായിട്ട് വീക്ക്ലി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഡെയിലി ബേസിലുള്ള മാർക്കറ്റിന്റെ പെർഫോമൻസ്, അടുത്ത ദിവസങ്ങളിലെ പെർഫോമൻസ് സാധ്യതകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ കൂടെ പറയുകയാണ്. നമ്മളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് മിസ് ചെയ്യരുത്. പ്രോഫിറ്റ് ബുക്കിംഗ് പലപ്പോഴും ഉയർന്ന ലെവലുകളിൽ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കി ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുക. ഡിപ്പുകളിൽ വാങ്ങുക എന്നുള്ള സ്ട്രാറ്റജി എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. നല്ലൊരു എൻട്രി ലെവലുകളിൽ ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റികൾ മിസ് ചെയ്യാതിരിക്കുക. അപ്പോ നമുക്കിനി ഒരു കൺക്ലൂഷനിലേക്ക് കടക്കാം. വിപണി നല്ല ഒരു മുന്നേറ്റത്തിലാണ്. വലിയ ആവേശത്തിനൊപ്പം കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. പുതിയ ലെവലുകളും റിസ്ക് മാനേജ്മെന്റും പാലിച്ച് അടുത്ത ആഴ്ച ട്രേഡിംഗ് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. റെക്കോർഡ് മുന്നേറ്റത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഓഹരികൾ ഏതാണ്? നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ള മറ്റ് ഇൻട്രസ്റ്റിംഗ് ഓഹരികൾ ഏതാണ്? ഇവയൊക്കെ കമന്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.